27 നക്ഷത്രക്കാരിൽ നിന്നും 8 നക്ഷത്രക്കാരെ മാത്രം പാമ്പുകൾ തിരഞ്ഞു പിടിച്ചെത്തും എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. അതായത് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 8 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ നിങ്ങൾ ഇതിൽ പറയുന്ന പരിഹാരം ചെയ്തേ മതിയാകൂ. കാരണം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നാഗദേവതകൾ സാധാരണ ജീവികൾ എന്നതിലുപരി അവർ ഭൂമിയുടെ രഹസ്യ ശക്തികളുടെ സംരക്ഷകരായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല ഇവ ചില മനുഷ്യരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുമെങ്കിലും മറ്റു ചില നക്ഷത്രക്കാർക്ക് ഇവ പലപ്പോഴും ഒരു മുന്നറിയിപ്പായിരിക്കും നൽകുന്നത്. ജ്യോതിഷം പറയുന്നതനുസരിച്ച് രാഹുവും കേതുവും സ്വാധീനിക്കുന്ന ചില നക്ഷത്രത്തിൽ പിറന്നവർക്കാണ് പലപ്പോഴും ഈ സർപ്പബന്ധം കൂടുതലായി കാണപ്പെടുന്നത്. ഇതിൽ തന്നെ ചില വ്യക്തികൾക്കാണെങ്കിൽ തുടർച്ചയായി പാമ്പുകളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുകയും മറ്റു ചിലർക്ക് പാമ്പുകളെ കൺമുൻപിൽ നേരിട്ട് കാണുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്തേക്കാം. എന്നാൽ ഇവയെ അപ്രതീക്ഷിതമായി മുൻപിൽ കാണുന്നതിലും സ്വപ്നത്തിൽ കാണുന്നതിലും എല്ലാം ഉപരിയായി അത് ആപത്തായി വരുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് സർപ്പവിഷബാധ ഏൽക്കേണ്ടി വരുമ്പോഴാണ്. എന്നാൽ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഇതിനെ ഒരു കാരണവശാലും യാദൃച്ഛികമായി നടക്കുന്ന ഒരു സംഭവമായി കണക്കാക്കുവാൻ കഴിയില്ല. കാരണം ഇത് നിങ്ങളുടെ ജന്മനക്ഷത്രവുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ മുൻ ജന്മത്തിൽ നാഗങ്ങളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണെങ്കിലോ നാഗസ്ഥലങ്ങൾ നശിപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിലോ പോലും ഈ ജന്മത്തിലും നിങ്ങൾക്ക് സർപ്പദോഷത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ജ്യോതിഷവും ഹൈന്ദവ വിശ്വാസവും കോർത്തിണക്കിക്കൊണ്ട് നോക്കുമ്പോൾ പാമ്പ് കടിയേൽക്കുവാൻ അല്ലെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവം കൂടുതലായി ഉണ്ടാകുവാൻ വളരെയേറെ സാധ്യതയുള്ള 8 നക്ഷത്രക്കാരാണ് ഉള്ളത്. അപ്പോൾ ഈ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നിങ്ങൾ ഈ അധ്യായം കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ചെയ്യേണ്ട പരിഹാര കർമ്മത്തെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി പറയുവാൻ പോകുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സർപ്പങ്ങൾ അഥവാ പാമ്പുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തായി സാമീപ്യം ചെലുത്തുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പോലും പലപ്പോഴും മനസ്സിലാകാത്ത തരത്തിലായിരിക്കാം. അതായത് ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴോ മരണത്തിൻ്റെ തൊട്ടുവക്കിൽ എത്തുമ്പോഴോ മാത്രമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത അഥവാ പാമ്പ് കടിയേറ്റുള്ള അനർത്ഥം ഈ നക്ഷത്രക്കാരിൽ വളരെയേറെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ട പരിഹാരം ഓരോ നക്ഷത്രക്കാരെ പറ്റിയും പറയുന്നതോടൊപ്പം തന്നെ പറയുന്നുണ്ടെങ്കിലും എല്ലാ നക്ഷത്രക്കാരും ഒരുപോലെ ഒഴിഞ്ഞിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരത്തെപ്പറ്റി അവസാനം പറയുന്നുണ്ട്. ആ പരിഹാരവും ഒരു കാരണവശാലും മുടക്കാതെ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ ഒന്നാമതായി സർപ്പസാന്നിധ്യം എപ്പോഴും ചുറ്റുവട്ടത്തായി ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്ന നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. കാരണം നാഗശക്തിയുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ആയില്യം നക്ഷത്രമാണ്. മാത്രമല്ല രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം കൊണ്ടും ആയില്യം നക്ഷത്രക്കാരിലേക്ക് സർപ്പങ്ങളുടെ ആകർഷണം വളരെയധികം ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിൽ പലപ്പോഴും ഇത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതായത് നിങ്ങൾ സാധാരണ ഒരു വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ പോലും പാമ്പുകൾ മറ്റുള്ളവരെക്കാൾ അധികമായി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ഇനി മറ്റു ചില സാഹചര്യങ്ങളിൽ പാമ്പ് കടി ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ
ആയില്യം നക്ഷത്രത്തിൽ പിറന്ന പല വ്യക്തികൾക്കും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയോ അതല്ല നിങ്ങളുടെ വീടുകളിൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന മറ്റേതെങ്കിലും വ്യക്തികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വീടിൻ്റെ പരിസരവും വളരെ സുരക്ഷിതമായി വയ്ക്കുക എന്നതോടൊപ്പം തന്നെ വളരെയേറെ കരുതലുള്ളവരായിരിക്കണം. ഇനി ഈ സർപ്പദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആപത്തും ഉണ്ടാകാതിരിക്കുവാനായി ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ദിവസത്തിൽ തന്നെ സർപ്പക്കാവിൽ പ്രാർത്ഥനയും പാലഭിഷേകവും നടത്തുക എന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് നാഗദേവതാ പൂജയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെല്ലാം പ്രധാനമായി എല്ലാ നക്ഷത്രക്കാരും തീർച്ചയായും ചെയ്യേണ്ട ഒരു പരിഹാര കർമ്മത്തെ പറ്റി അവസാനം പറയുന്നുണ്ട്. ഇനി രണ്ടാമതായി സർപ്പദോഷം വളരെയധികം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് പോലും സർപ്പദോഷം കൊണ്ടുള്ള വലിയ ആപത്തുകൾ നേരിടേണ്ടി വരുന്ന വ്യക്തികളാണ്. മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയുള്ളവരാണെങ്കിൽ പോലും പാമ്പുകൾ നിങ്ങളെ തേടിപ്പിടിച്ചെത്തുന്ന തരത്തിലുള്ള നക്ഷത്രമാണ് നിങ്ങളുടേത്. അതായത് ശനി രാഹു സ്വാധീനം കൊണ്ടുള്ള സർപ്പദോഷം അനിഴം നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെ ഏറെയാണ്. അപ്പോൾ കൂടുതലായി പാമ്പുകളെ നേരിൽ കാണുകയോ സ്വപ്നത്തിൽ കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തായി പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും എഴുതിയറിയിക്കുക. ഇനി നിങ്ങൾ പാമ്പുകളുടെ അഥവാ സർപ്പങ്ങളുടെ സാന്നിധ്യം കൂടുതലായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഇതിനെപ്പറ്റി ചിന്തിച്ച് ഭയക്കാതെ ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ആദ്യം തന്നെ ചെയ്യേണ്ട പരിഹാരമെന്ന് പറയുന്നത് നാഗദേവത മന്ത്രജപം നടത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുവാനായി ശനിദേവനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെ സർപ്പദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കും. ഇനി ഇതിലെല്ലാം ഉപരിയായി നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം അവസാനം പറയുന്നുണ്ട്. ഇനി പാമ്പ് കടിയേറ്റുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുവാനും സർപ്പങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഒരു അദൃശ്യ ശക്തി പോലെ പിന്തുടരുവാനും വളരെയേറെ സാധ്യതയുള്ള മൂന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. കാരണം ചതയം നക്ഷത്രം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ തന്നെ രഹസ്യ ശക്തികളും സർപ്പബന്ധവുമെല്ലാം ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് വളരെയേറെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പല സമയങ്ങളിലും ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥകളും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികമായിരിക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല പാമ്പുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അതായത് നിങ്ങളോട് ഒരു പക പോക്കുവാൻ എന്ന പോലെയാണ് പലപ്പോഴും സർപ്പങ്ങളുടെ ബന്ധം. അതിനാൽ തന്നെ ചതയം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും ഒപ്പം തന്നെ സർപ്പദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനായി രാഹുശാന്തി പൂജകൾ ചെയ്യുകയും സർപ്പദേവതയ്ക്ക് നിവേദ്യം അർപ്പിക്കുകയും വേണം. മാത്രമല്ല നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കുവാൻ പാടില്ലാത്ത ഒരു പരിഹാര കർമ്മത്തെപ്പറ്റി എല്ലാ നക്ഷത്രക്കാർക്കുമായി അവസാനം പറയുന്നുണ്ട്. ഇനി അടുത്തതായി സർപ്പങ്ങളുടെ ഉപദ്രവം ഏൽക്കുവാനുള്ള സാധ്യത വളരെയധികം കാണപ്പെടുന്ന നാലാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും അത്രയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കൂട്ടരാണ്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പാമ്പുകളുടെ ഉപദ്രവം ഉണ്ടായേക്കാം. കാരണം രാഹുവിൻ്റെ ശക്തമായ നിയന്ത്രണമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ സർപ്പങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചില സമയങ്ങളിൽ ഇത് നിങ്ങൾക്ക് അനർത്ഥമായി വന്നു ഭവിക്കുകയും ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും വളരെ വ്യക്തമാണ്. അതിനി ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ബാധകമാണ്. ഇതിൽ തിരുവാതിര നക്ഷത്രക്കാർ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് രുദ്രാഭിഷേകവും ശിവപൂജയും മുടങ്ങാതെ ചെയ്യുക എന്നതാണ്. ഇനി ഇതിലെല്ലാം പ്രധാനമായി സർപ്പദോഷത്തിൽ നിന്ന് പൂർണ്ണ പരിഹാരം കാണുവാനായി നിങ്ങൾ ഒരു കാരണവശാലും മുടങ്ങാതെ ചെയ്യേണ്ട ഒരു പരിഹാരത്തെപ്പറ്റി അവസാനം പറയുന്നുണ്ട്. അതും നിങ്ങൾ വിട്ടുവീഴ്ച കൂടാതെ തന്നെ ചെയ്തിരിക്കണം. ഇനി അഞ്ചാമതായി, സർപ്പങ്ങൾ വളരെയധികം ആകർഷിച്ചെത്തുകയും ചെറിയ ശ്രദ്ധ കുറവ് കൊണ്ട് പോലും പാമ്പുകളിൽ നിന്ന് ഉപദ്രവം ഏൽക്കുകയും ചെയ്യുവാനുള്ള സാധ്യത വളരെയേറെ നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രത്തിൽ ഇരട്ടഗ്രഹ സ്വാധീനം അഥവാ ഗുരു-രാഹു സ്വാധീനം വളരെയേറെയുള്ള നക്ഷത്രമായതിനാൽ തന്നെ സർപ്പദോഷം നിങ്ങളിൽ വിട്ടുമാറാത്ത ഒന്നാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖം നക്ഷത്രത്തിലുള്ള വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ചുറ്റുപാടും പാമ്പുകളുടെ സ്വാധീനം വളരെയേറെ ആയിരിക്കും കാണപ്പെടുക. ഇനി നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ആപത്തിനെ നിങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയരുത്. അതിനാൽ തന്നെ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യാത്രകളിലും വഴിമധ്യേയും എല്ലാം തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഇനി ഈ സർപ്പദോഷത്തിൽ നിന്ന് പരിഹാരം കാണുവാനായി വിശാഖം നക്ഷത്രക്കാർ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ പരിഹാര കർമ്മം എന്ന് പറയുന്നത് ഗുരു-രാഹു ശാന്തി പൂജയും നാഗദേവതാ പൂജയും ചെയ്യുക എന്നതാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റി അവസാനം പറയുന്നുണ്ട്. ഇനി ആറാമതായി, പാമ്പുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളുടെ ജാതകത്തിൽ തന്നെ സർപ്പദോഷം പ്രകടമായി കാണുവാൻ കഴിയും. ഒപ്പം തന്നെ പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഒരു ഭയം മനസ്സിൽ തട്ടിക്കിടക്കുന്ന തരത്തിലുള്ള അവസ്ഥ അനുഭവത്തിൽ വന്നേക്കാം. മാത്രമല്ല, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാവുകയും അളവിൽ കൂടുതലായി ദുസ്വപ്നങ്ങൾ തുടർച്ചയായി കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് പാമ്പുകൾ തന്നെ തുടർച്ചയായി സ്വപ്നത്തിൽ വരികയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ആപത്ത് വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മാത്രമല്ല, പൂരം നക്ഷത്രക്കാർ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഭയത്തെ അനാവശ്യ ഭയമായി എപ്പോഴും തള്ളിക്കളയരുത്. ഏറ്റവും പ്രധാനമായി സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരു ആപത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു സർപ്പദോഷത്തിൽ നിന്ന് പൂരം നക്ഷത്രക്കാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് നാഗദേവതയ്ക്ക് പാലും പൂവും സമർപ്പിക്കുക എന്നതാണ്. ഇനി ഇതുകൂടാതെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട പരിഹാരത്തെ പറ്റി അവസാനം പറയുന്നുണ്ട്. ഇനി അടുത്തതായി, പാമ്പുകളുടെ ഉപദ്രവം കൊണ്ട് ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്ന ഏഴാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യസ്വാധീനവും രാഹുകേതുക്കളുടെ സ്വാധീനവും കൊണ്ട് സർപ്പദോഷം വളരെയധികം ബാധിക്കുവാൻ കാരണമാകുന്ന ഒരു നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഉത്രം നക്ഷത്രക്കാർ ചെയ്തിട്ടുള്ള പൂർവ്വ കർമ്മഫലങ്ങൾ സർപ്പദോഷത്തിലൂടെ പ്രതിഫലിച്ചേക്കാം. അതായത്, ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തതും എന്നാൽ നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ളതുമായ ചില തെറ്റുകൾക്കുള്ള ശിക്ഷകൾ വരെ ഏറ്റുവാങ്ങേണ്ട തരത്തിലുള്ള ദൗർഭാഗ്യമാണ് നിങ്ങളിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഉത്രം നക്ഷത്രക്കാർ പോകുന്ന വഴികളിലെല്ലാം തന്നെ സർപ്പങ്ങളുടെ സാന്നിധ്യം തെളിഞ്ഞും മറഞ്ഞും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. എന്നാൽ ഇത് ഏത് സമയത്താണ് ഒരു ആപത്തിലേക്ക് എത്തിച്ചേരുക എന്നത് പ്രവചനാതീതമാണ്. അപ്പോൾ ഈ ഒരു ദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ മുക്തി നേടുവാനായി
ഉത്രം നക്ഷത്രക്കാർ സൂര്യ നമസ്കാരം ചെയ്യുന്നതും നാഗദേവതയെ ആരാധിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരത്തെപ്പറ്റി അവസാനം പറയുന്നുണ്ട്. ഇനി അടുത്തതായി സർപ്പങ്ങളുടെ ഉപദ്രവം കൊണ്ട് പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള ചില ആപത്തുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന 8ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ അഗ്നിതത്വവും ശക്തമായ കർമ്മബന്ധമുള്ള നക്ഷത്രവുമാണ്. അതായത് നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രവർത്തികളാണോ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവരായിരിക്കും നിങ്ങൾ. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സർപ്പദോഷം നിങ്ങൾ ചിന്തിക്കുന്നതിലും ആഴത്തിലായിരിക്കും നിങ്ങൾക്ക് ബാധകമാകുന്നത്. അതൊരു പക്ഷേ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ സ്വയം അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതായത് നിങ്ങൾ സ്വപ്നത്തിൽ പാമ്പുകളെ കൂടുതലായി കാണുകയും അതുപോലെ തന്നെ നിങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം പാമ്പുകളുടെ അഥവാ സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സർപ്പദോഷം കൊണ്ടാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ദോഷം ഒരു ആപത്തായി വരാതിരിക്കുവാനായി ശിവപൂജ ചെയ്യുകയും നാഗപ്രതിഷ്ഠയുള്ള കാവുകളിൽ ദീപം തെളിയിക്കുകയും ചെയ്യുക. ഇനി അതുകൂടാതെ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരും നിങ്ങളെ ബാധിച്ചേക്കാവുന്ന സർപ്പദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനായി തീർച്ചയായും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരത്തെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. അതിൽ 1ാമത്തെ പരിഹാരം എന്ന് പറയുന്നത് നാഗപഞ്ചമി ദിവസം മുടങ്ങാതെ സർപ്പക്കാവിൽ പാലഭിഷേകം നടത്തുക എന്നതാണ്. ഇനി അതുകൂടാതെ സർപ്പദോഷത്തിൽ നിന്ന് പൂർണ്ണ പരിഹാരത്തിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ പരിഹാരമെന്ന് പറയുന്നത് മുട്ട ഉഴിഞ്ഞ് ഭൂമിക്ക് സമർപ്പിക്കുക എന്നതാണ്. ഈ ഒരു പരിഹാരം ചെയ്യുവാനായി ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യമായി നിങ്ങൾ ഒരു കോഴിമുട്ട വേണം എടുക്കുവാൻ. അതായത് രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി നിന്നതിനു ശേഷം ഒരു വൃത്തിയുള്ള കോഴിമുട്ട കയ്യിൽ എടുക്കുക. ശേഷം തല മുതൽ കാലുവരെ 3 അല്ലെങ്കിൽ 7 തവണ ഘടികാരദിശയിൽ ഒഴിയുക. ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് നിങ്ങൾ നാഗദേവതയെ മനസ്സിൽ ധ്യാനിക്കണം. ധ്യാനിച്ചുകൊണ്ട് ഒഴിഞ്ഞതിനു ശേഷം ആ മുട്ട ഉടച്ച് മണ്ണിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മരച്ചുവട്ടിലോ സമർപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും സർപ്പവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.